കൂട്ടത്തിൽ കുറച്ച് ആൾക്കാരെ നമുക്ക് പരിചയപ്പെടുത്താതെ പോകാൻ കഴിയില്ല. കാരണം കേരളത്തിൻ്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയതാണ് വി എസ് അച്യുതാനന്ദൻ 2006 സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചപ്പോൾ നടത്തിയ പ്രകടനം. അതിനുശേഷം വി എസിൻ്റെ പേരിൽ ഒരു ഓട്ടോ സ്റ്റാൻഡ് കേരളത്തിലുണ്ടായിട്ടുണ്ട്, വി എസ് ഓട്ടോ സ്റ്റാൻഡ്. അങ്ങനെ നീലേശ്വരത്ത്, കാസർഗോഡ് നീലേശ്വരത്ത്, അങ്ങനെ ആ വി എസ് ഓട്ടോ സ്റ്റാൻഡിലെ ആൾക്കാരാണ് ഇവർ. വി എസ് ഓട്ടോ സ്റ്റാൻഡിലെ ആൾക്കാരാണ് അല്ലേ? അതെ അതെ, കാസർഗോഡ് നിന്ന് വരുന്നതാണ്. നീലേശ്വരത്തിലെ വി എസ് ഓട്ടോ സ്റ്റാൻഡിലെ ഓട്ടോ ഡ്രൈവേഴ്സാണ് ഞങ്ങൾ എന്ത് തന്നെയാലും അദ്ദേഹത്തിന് ഒരു അന്തിമോപചാരം അർപ്പിക്കണം എന്ന് വെച്ചിട്ട് ഇന്നലെ വൈകുന്നേരം അവിടെ നിന്ന് പുറപ്പെട്ടതാണ്. ഇപ്പോൾ എന്ത് തന്നെയാലും നമ്മൾ എന്ത് തിരക്കുണ്ടെങ്കിൽ തന്നെ അന്തിമോപചാരം അർപ്പിച്ചിട്ടേ നമ്മൾ പോകാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അപ്പോൾ ഇപ്പോഴും ആ ഓട്ടോ സ്റ്റാൻഡിൻ്റെ പേര് അങ്ങനെ തന്നെയല്ലേ? അവിടെ തന്നെ ഉണ്ട്. അവിടെ ഇത് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്, ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അന്ന് ആ പ്രകടനം നടക്കുന്ന സമയത്ത് നിങ്ങളെല്ലാവരും ഉണ്ടായിരുന്നോ? എല്ലാവരും ഉണ്ട്. അതിനുശേഷം വി എസ് അതിനെക്കുറിച്ച് പിന്നീട് എപ്പോഴെങ്കിലുമൊക്കെ തിരക്കിയിട്ടുണ്ട്, ആരോടെങ്കിലും ഒക്കെ തിരക്കിയിട്ടുണ്ട്, അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടോ? പറഞ്ഞിരുന്നു കാസർഗോഡ് ജില്ലയിൽ നീലേശ്വരം നടക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ അറിയുന്നുണ്ട്. ഞങ്ങളിപ്പം തിരുവനന്തപുരത്ത് വന്ന സമയത്ത് അങ്ങനെ കാണുന്ന സമയത്ത് പറഞ്ഞ് അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ അറിയുന്നുണ്ട്. അത് തന്നെ ഏറ്റവും വലിയൊരു സംഭവം, ഞങ്ങളൊരു സന്തോഷം കിട്ടുന്നൊരു നിമിഷം കൂടിയായിരുന്നു. അതെ, വി എസിൻ്റെ പേരിൽ ഒരു ഓട്ടോ സ്റ്റാൻഡുള്ള കാര്യം ജിൽസിക്ക് അറിയാമല്ലോ. സ്വാഭാവികമായിട്ട് ആ ഓട്ടോ സ്റ്റാൻഡിലെ ആൾക്കാരാണ് ഇവർ. വി എസ് ഓട്ടോ സ്റ്റാൻഡ് എന്ന് പറയുമ്പോൾ കേരളത്തിൽ അതിനെക്കുറിച്ച് അറിയാത്തവർ വളരെ ചുരുക്കമാണ്. ഇപ്പോൾ CPM-ൻ്റെ രാഷ്ട്രീയം നോക്കിക്കാണുന്ന ആൾക്കാർക്ക് എല്ലാം സ്വാഭാവികമായിട്ടും അറിയാവുന്നതാണ് ഈ ഓട്ടോ സ്റ്റാൻഡ്. അവരാണ് ഇവർ. അവരും കൂടി ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ സൂചിപ്പിച്ചത്.